കൊച്ചിയിൽ ഓട്ടോയിൽ കടത്തിയ 2 കോടി രൂപ പിടികൂടി. കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിന് സമീപമാണ് സംഭവം. ഇതര സംസ്ഥാന തൊഴിലാളികളായ തമിഴ്നാട് സ്വദേശി രാജഗോപാൽ, ബീഹാർ സ്വദേശി സബി അഹമ്മദ് എന്നിവർ കസ്റ്റഡിയിൽ. നോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തുന്നതിനുള്ള നടപടി ആരംഭിച്ചു. വിവരങ്ങളുമായി കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, 2 കോടി രൂപ അനധികൃതമായി കടത്തുന്നതാണ് പിടികൂടിയിരിക്കുന്നത്. വെല്ലിംഗ്ടണിന് സമീപത്തു നിന്നാണ് ഇത്തരത്തിൽ വലിയ തുക ഇങ്ങനെ പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്താണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം? കൊച്ചിയിൽ ഓട്ടോയിൽ കടത്തിയ 2 കോടി രൂപയാണ് പിടികൂടിയത്. കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡിന് സമീപമാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളായ 2 പേരെയാണ് പിടിയിൽ ആയിരിക്കുന്നത്. ഒരാൾ തമിഴ്നാട് സ്വദേശി, മറ്റൊരാൾ ബീഹാർ സ്വദേശിയുമാണ്. ഈ നോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളാണ് തുടരുന്നത്. കിരൺ ചേരുന്നുണ്ട്. കിരൺ, 2 കോടി രൂപ അത് ഓട്ടോയിൽ കടത്തുന്ന നിലയിൽ പിടികൂടിയിരിക്കുകയാണ്. എന്താണ് പോലീസ് നൽകുന്ന പ്രാഥമിക വിവരങ്ങൾ? നീലിമ, ഈ ഐലൻഡ് ഭാഗത്ത് ഇന്ന് പരിശോധന നടത്തുന്നതിനിടയിലാണ് പോലീസ് സംഘം ഈ ഓട്ടോറിക്ഷയിൽ എത്തിച്ച പണം കണ്ടെത്തിയത്. ഇവിടെ ഓട്ടോയിൽ എത്തിയ ഈ വിവിധ ഭാഷാ തൊഴിലാളികളായിട്ടുള്ള 2 പേരാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നിലവിൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. നേരത്തെ പോലീസ് നടത്തിക്കൊണ്ടിരുന്ന പരിശോധനയ്ക്കിടയിൽ റോഡിന് വശത്ത് ഓട്ടോറിക്ഷ നിർത്തിയിട്ടിരുന്നത് കണ്ടെത്തിയിരുന്നു. ഈ ഓട്ടോറിക്ഷയിലേക്ക് പോലീസ് എത്തി ഇവരിൽ നിന്ന് വിവരങ്ങൾ അന്വേഷിച്ച സമയത്താണ് പോലീസിന് സംശയം തോന്നുകയും പിന്നീട് ഓട്ടോറിക്ഷയിൽ നടത്തിയ പരിശോധനയിലാണ് ഈ ഓട്ടോറിക്ഷയിൽ സൂക്ഷിച്ചിരുന്ന ബാഗുകളിൽ നിന്ന് പണം കണ്ടെത്തിയത്. 2,70,00,000 രൂപ ഉണ്ട് എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ ACP മാധ്യമങ്ങളെ കണ്ട സമയത്ത് പറഞ്ഞത്. ഈ പണം എണ്ണി തിട്ടപ്പെടുത്തുന്ന കാര്യങ്ങളിൽ നടപടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ ബാങ്കിൽ നിന്ന് ഈ പണം എണ്ണുന്ന മെഷീൻ അടക്കം എത്തിച്ച് ഇത് എണ്ണുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. 500 രൂപയുടെ നോട്ടുകെട്ടുകളാണ് ഈ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ 98 കെട്ടോളമുണ്ട്. അത് 50,000-ൻ്റെയും 1,00,000-ൻ്റെയും വരെയുള്ള കെട്ടുകളിലായിട്ടാണ് ഇത് ഈ പണം സൂക്ഷിച്ചിരുന്നത്. 3 ബാഗുകളുണ്ടായിരുന്നു ഈ ഓട്ടോറിക്ഷയിൽ നിന്ന്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ 2 പേരെയാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. തമിഴ്നാട് സ്വദേശിയായിട്ടുള്ള രാജഗോപാൽ, ഒപ്പം തന്നെ ബീഹാർ സ്വദേശിയായിട്ടുള്ള സബി അഹമ്മദ് എന്നീ 2 പേരാണ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇത് ഈ ഓട്ടോറിക്ഷ ഓട്ടോ വാടകയ്ക്ക് വിളിച്ച് എത്തിച്ച് പണം കൈമാറുന്നതിന് വേണ്ടിയായിരുന്നു ഇവർ എത്തിയിരുന്നത്. ഈ ഓട്ടോറിക്ഷയുടെ ഡ്രൈവറെയും നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഏതായാലും ഈ പണം ഒരു ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട് ഉള്ള പണമാണ് എത്തിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ അത്തരത്തിലൊരു വിവരമാണ് ഏതായാലും ലഭിക്കുന്നത്. ഏതായാലും ആ കാര്യത്തിലൊരു കൃത്യത വന്നിട്ടില്ല. ആ കാര്യങ്ങൾ കൂടുതലായി തന്നെ പോലീസ് പരിശോധിച്ചു വരികയാണ്. ആർക്ക് വേണ്ടിയാണ് പണം എത്തിച്ചത് എന്നടക്കമുള്ള കാര്യം പോലീസ് പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ഇവർ നൽകിയിരിക്കുന്ന ഒരു മൊഴി കൊച്ചിയിലുള്ള ഒരു വ്യാപാരിക്ക് വേണ്ടിയാണ് ഈ പണം എത്തിച്ചത് എന്നുള്ളൊരു കാര്യമാണ്. ഈ പണത്തിൻ്റെ ഉടമസ്ഥാവകാശവുമായി ബന്ധപ്പെട്ട് ഇതുവരെ ആരും പോലീസിനെ സമീപിച്ചിട്ടില്ല എന്നുള്ളൊരു കാര്യമാണ് നേരത്തെ ACP ഏതായാലും വ്യക്തമാക്കിയത്. ഏതായാലും ആ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഇനിയും ലഭിക്കേണ്ടതുണ്ട്. പണം ആർക്ക് വേണ്ടി എത്തിച്ചതാണ്? ഈ പോലീസിന് ഏതെങ്കിലും വിധത്തിലുള്ള രഹസ്യ വിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നോ ഇത് കണ്ടുപിടിക്കാനായത്? നീലിമ, നേരത്തെ ACP പറഞ്ഞത് ഇവർ നടത്തിയിരുന്ന പരിശോധനയുടെ ഭാഗമായിട്ടുള്ള ഒരു പരിശോധനയാണ് ഇന്ന് നടന്നിരുന്നത്. ഈ ഐലൻഡിലേക്കുള്ള റോഡ്, കുണ്ടന്നൂർ ഐലൻഡ് റോട്ടിൽ ഈ രീതിയിൽ പരിശോധന നടത്തുകയും ായിട്ട് ഒരു ഓട്ടോറിക്ഷ പാർക്ക് ചെയ്തിട്ടിരുന്നു. ഈ പരിശോധനക്കായിട്ട് ഇവർ എത്തിയതാണ്. ഈ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്ന ആളുകളോട് വിവരം തിരക്കുന്ന സമയത്ത് ഇവർ ഒരു പരിങ്ങിയിരുന്നു. തുടർന്നാണ് പിന്നീട് പോലീസ് കൂടുതലായിട്ട് ഓട്ടോറിക്ഷയിലേക്ക് പരിശോധന നടത്തിയത്. അതോടുകൂടിയാണ് ഈ പണം കണ്ടെത്തിയത് എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. നേരത്തെ ലഭിച്ച വിവരങ്ങളുടെ ഒന്നും അടിസ്ഥാനത്തിലായിരുന്നില്ല. സാധാരണ പരിശോധന പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു ഇത്തരത്തിൽ ഈ പണം കണ്ടെത്തിയത് എന്നുള്ളൊരു കാര്യമാണ് ഏതായാലും പോലീസ് പറയുന്നത്. ഈ പണം ആർക്കെത്തിച്ചു എന്നുള്ളടക്കമുള്ള കാര്യങ്ങളാണ് ഇനി കൂടുതലായിട്ട് അറിയേണ്ടത്. ഇവർ നൽകിയിട്ടുള്ള മൊഴി കൊച്ചിയിലുള്ള ഒരു വ്യാപാരിക്ക് വേണ്ടി എത്തിച്ചതാണ് എന്നുള്ളൊരു കാര്യമാണ്. ഇവരെ ചോദ്യം ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങൾ ഏതായാലും പുരോഗമിക്കുകയാണ്. ഏതായാലും നിലവിലിപ്പോൾ ഈ പണം എണ്ണി തെറ്റപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നീലിമ. കിരണാണ് വിവരങ്ങൾ പങ്കുവച്ചത്.